ശ്രീജിത്ത് ചേരുകയാണ്. ശ്രീജിത്ത്, ഷൈൻ ടോം ചാക്കോയുടെ പേര് പരസ്യമായി പുറത്ത് വന്നിരിക്കുകയാണ്. സൂത്രവാക്യം എന്ന സിനിമയുടെ സെറ്റിൽ നടിയോട് മോശമായി പെരുമാറിയിരിക്കുന്നു. ഇപ്പോൾ എവിടെയൊക്കെയാണ് ഈ പരാതി പോയിരിക്കുന്നത്? ഏതൊക്കെ തരത്തിലുള്ള അന്വേഷണമാണ് ഇക്കാര്യത്തിൽ മുന്നോട്ട് പോകുന്നത്? സ്വപ്ന, നേരത്തെ ഒരു ലഹരി വിരുദ്ധ ക്യാമ്പയിനുമായി ബന്ധപ്പെട്ടാണ് നടി വിൻസി അലോഷ്യസ് ഇതുമായി ബന്ധപ്പെട്ട ഇനി താൻ ലഹരി ഉപയോഗിക്കുന്ന താരങ്ങളോടൊപ്പം അഭിനയിക്കില്ല, തനിക്ക് അത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടായി എന്നൊരു പരാമർശം നടത്തിയത്. അതിന് പിന്നാലെ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ കമൻറ്റുകൾ നടിക്കെതിരായി വന്നതിനെ തുടർന്നാണ് അധിക വിശദീകരണം നൽകേണ്ടതുണ്ടെന്ന് തനിക്ക് തോന്നിയതുകൊണ്ടാണ് തനിക്കുണ്ടായ അനുഭവം നേരിട്ട് സമൂഹ മാധ്യമങ്ങളോട് വെളിപ്പെടുത്താൻ നടി തയ്യാറായത്. ഇതിനുശേഷമാണ് പ്രധാനമായും ഇത് പല പേരുകളിലേക്ക് നീണ്ടപ്പോൾ അമ്മയുൾപ്പെടെയുള്ള സംഘടനകൾ നടി പേര് വെളിപ്പെടുത്തിയാണെങ്കിൽ ആ നടനെ മാറ്റി നിർത്തുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആലോചിക്കാമെന്നുള്ള കാര്യം അഡ്ഹോക് കമ്മിറ്റി യോഗം ചേർന്ന് തീരുമാനിച്ചു. അതിനുശേഷമാണ് നടി ഇപ്പോൾ ഫിലിം ചേംബറിലും ഇന്റേണൽ കമ്മിറ്റി ICക്കും പരാതി നൽകിയിരിക്കുന്നത്. നേരത്തെ ഇപ്പോൾ നമ്മുടെ സംഘടന പ്രൊഡ്യൂസേഴ്സ് നിർമ്മാതാക്കളുടെ സംഘടനാ നേതാവായ സുരേഷ് കുമാർ പറഞ്ഞതോടുകൂടി ഇക്കാര്യത്തിൽ നിലവിൽ ഏജൻസികൾക്ക്, അതായത് സംസ്ഥാന പോലീസിനോ എക്സൈസിനോ ഔദ്യോഗികമായ പരാതികൾ ലഭിച്ചിട്ടില്ല. പക്ഷേ ഫിലിം ചേംബറിനും ICക്കും ലഭിച്ചിട്ടുണ്ട്. ICക്ക് ലഭിച്ച പരാതി ഒരു തരത്തിൽ ഒരു നിയമപരമായ നടപടികളിലേക്ക് പോകേണ്ട ഒന്നാണ്. ആ രീതിയിൽ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തൊരു ഒരു സംവിധാനമാണത്. ഹേമ കമ്മിറ്റി ഉൾപ്പെടെയുള്ള സമയത്ത് നമ്മൾ ചർച്ച ചെയ്ത വിഷയമാണ്. എല്ലാ സിനിമകളുടെ സെറ്റിലും IC ഇന്റേണൽ കമ്മിറ്റി ഉണ്ടാകും. ആ ഇന്റേണൽ കമ്മിറ്റി അറിയിക്കുന്ന ക്രിമിനൽ സ്വഭാവമുള്ള നടപടികൾ അവർ പോലീസിനെയോ അല്ലെങ്കിൽ ഏത് ഏജൻസിയാണ് ഇത് അന്വേഷിക്കേണ്ടത് ആ ഏജൻസിക്ക് വിവരങ്ങൾ നൽകുകയും തെളിവുകൾ നൽകുകയും വേണമെന്നുള്ളതാണ് ഈ ഒരു കമ്മിറ്റിയുടെ കാര്യം. അതുകൊണ്ട് കമ്മിറ്റിക്ക് പരാതി നൽകിയത് തന്നെ തത്വത്തിൽ പോലീസിന്റെ അന്വേഷണം ഇക്കാര്യത്തിൽ ഉണ്ടാകേണ്ടതുണ്ട് എന്ന് തന്നെയാണ്. എന്തായാലും തീർച്ചയായും പോലീസ് ഉദ്യോഗസ്ഥർ വിൻസിയുമായി സംസാരിക്കുന്നുണ്ട്. എക്സൈസ് വിവരങ്ങൾ തേടി വിൻസിയിൽ നിന്ന് തെളിവുകളും മറ്റു കാര്യങ്ങളും ലഭിച്ചാൽ തങ്ങൾ നടപടികളിലേക്ക് കടക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ ഘട്ടത്തിൽ പോലീസിനോ എക്സൈസിനോ നേരിട്ട് വിൻസി പരാതി നൽകിയിട്ടില്ല. പക്ഷേ അതിൻ്റെ ഒരു നടപടിക്രമങ്ങളിലേക്ക് ഒരുപക്ഷെ അടുത്ത മണിക്കൂറുകൾ തന്നെ നീങ്ങിയേക്കാം. എന്തായാലും ഫിലിം ചേംബറും ICയും ഇക്കാര്യത്തിൽ അടിയന്തര നടപടി സ്വീകരിക്കുന്നതിന്റെ ഭാഗമായി തിങ്കളാഴ്ച അദ്ദേഹം സുരേഷ് കുമാർ സൂചിപ്പിച്ചതുപോലെ അടിയന്തര യോഗം ചേരുന്നുണ്ട്. ആ ഘട്ടത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ട ഈ സിനിമകളുമായി ബന്ധപ്പെട്ട് എടുക്കേണ്ട നിലപാടുകളും നടന് എതിരെ എടുക്കേണ്ട നിലപാടുകളും ചർച്ച ചെയ്യുന്നത്. എന്തായാലും അമ്മയുൾപ്പെടെയുള്ള സംഘടനകൾ പേര് വെളിപ്പെടുത്തിയ സ്ഥിതിക്ക് നടപടികൾ സ്വീകരിക്കുമെന്ന് ഉറപ്പാക്കിയിട്ടുണ്ട്. പക്ഷേ ഇത് ആദ്യമായല്ല ഈ നടന് നേരെ ഈ ഒരു രീതിയിലുള്ള പരാതികൾ വരുന്നത്. നമുക്കറിയാം 2015 കടമന്ത്രയിലുള്ള ഫ്ളാറ്റിലുണ്ടായ കൊക്കൈൻ ഉപയോഗത്തിൽ അടുത്തിടെയാണ് ഷൈൻ ടോം ചാക്കോ കുറ്റവിമുക്തനായത്. പക്ഷേ ആ കുറ്റവിമുക്തനാക്കപ്പെട്ടപ്പോൾ പോലും വിചാരണ കോടതി ആദ്യം നിശിതമായി പോലീസിന്റെയും പ്രോസിക്യൂഷന്റെയും നടപടികളെ വിമർശിച്ചിരുന്നു. നടപടിക്രമങ്ങൾ പൂർണ്ണമാക്കിയില്ല, തെളിവുകൾ നശിപ്പിക്കാനുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിച്ചു എന്നുള്ള രീതിയിലാണ് കോടതി പരാമർശങ്ങൾ നടത്തിയത്. അതായത് ഈ നടപടിക്രമങ്ങൾ ഒന്നും പാലിക്കാതെയാണ് കേസന്വേഷണം മുന്നോട്ട് കൊണ്ടുപോയത് എന്നുള്ള കാര്യം കോടതി എടുത്തു പറഞ്ഞ ഓരോ ഉദ്യോഗസ്ഥരെയും വിമർശിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. പക്ഷേ ഷൈൻ ഉൾപ്പെടെയുള്ളവരെ ഈ ഒരു കേസിൽ നിന്ന് കുറ്റവിമുക്തനാക്കുകയും ചെയ്തു. അതിനുശേഷമാണ് ആലപ്പുഴയിൽ കഴിഞ്ഞ ദിവസം ഒരു ലഹരി വേട്ടയിൽ ഷൈൻ്റെയും ഒപ്പം മറ്റൊരു നടൻ്റെയും പേരുകൾ പുറത്തുവരികയും സഹനടനായ ശ്രീനാഥ് ഭാസി ഹൈക്കോടതിയിൽ ഉൾപ്പെടെയിലേക്ക് ജാമ്യാപേക്ഷയ്ക്കായി പോവുകയും ചെയ്തത്. പക്ഷേ ഈ സാഹചര്യങ്ങളിലെല്ലാം ഇവരുടെ പേരുകൾ ഉയർന്നു കേൾക്കുന്നുണ്ട്. സമാന്തരമായി സെറ്റുകളിലും മറ്റ് സ്ഥലങ്ങളിലും ഔദ്യോഗികമായ പരാതികളില്ലെങ്കിൽ പോലും ഇവരുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചും ശൈലികളെക്കുറിച്ചും വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. പക്ഷേ ഔദ്യോഗികമായ രീതിയിൽ പ്രതികരിക്കാൻ വരുന്നത് വിൻസി അലോഷ്യസ് മാത്രമാണ്. ഈ ഘട്ടത്തിൽ നേരത്തെ പലരും അല്ലാതെ പറയുന്നുണ്ടെങ്കിൽ പോലും പൊതുസമൂഹത്തിലോ അല്ലെങ്കിൽ പരാതിയായിട്ടോ പറയാൻ തയ്യാറായിരുന്നില്ല. പക്ഷേ ഈ ഘട്ടത്തിൽ ഇത് ഒരു നടപടിക്ക് നിർണായകമായ ഒരു ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. കാരണം അത്രയ്ക്കും വ്യക്തമായാണ് നടി ഇപ്പോൾ പരാതി പറഞ്ഞിരിക്കുന്നത്. എന്തായാലും സിനിമാ സംഘടനകൾ ഇക്കാര്യത്തിൽ നടിക്കൊപ്പം നിലവിൽ തത്വത്തിൽ പരസ്യമായ രംഗത്തുണ്ട്. പക്ഷേ നമുക്ക് മുൻ അനുഭവങ്ങൾ ഉണ്ടായപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും പല അംഗങ്ങളും പരാതി പറയാൻ മടിക്കുന്നത്. പരാതി പറയുന്നവർ പിന്നീട് ഒറ്റപ്പെട്ടു പോകുമെന്നും പിന്നീട് അവർക്ക് സിനിമകൾ തന്നെ കിട്ടാത്ത സാഹചര്യം ഉണ്ടാകുകയും ചെയ്യും. ആ ഒരു ഘട്ടം നിലവിൽ അവരുടെ മുമ്പിലുള്ളത് കൊണ്ടാണ് പലപ്പോഴും ഈ ഒരു പ്രവണത സംഭവിക്കുന്നത്. എന്തായാലും വിൻസിക്ക് പുറമെ സമാനമായ അനുഭവങ്ങൾ വിശദീകരിച്ച് കൂടുതൽ ആളുകൾ രംഗത്ത് വരുമോ എന്നുള്ള കാര്യവും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. എന്തായാലും തിങ്കളാഴ്ച മാത്രമാണ് ഇതുമായി ബന്ധപ്പെട്ട ഫിലിം ചേംബറിൻ്റെയും ഒപ്പം തന്നെ മറ്റ് സംഘടനകളുടെയും ഒരു യോഗം ചേരുന്നത്. അതിനുശേഷം മാത്രമേ എന്തെങ്കിലും നടപടികളിലേക്ക് കടക്കാൻ സാധ്യതയുള്ളൂ. സ്വപ്ന, സിനിമാ സെറ്റിൽ ലഹരി ഉപയോഗിച്ച് മോശമായി പെരുമാറിയത് ഷൈൻ ടോം ചാക്കോയാണ് എന്ന പേര് വെളിപ്പെടുത്തലുണ്ടായിരിക്കുന്നു. വിൻസി അലോഷ്യസ് പരാതി പറഞ്ഞ നടൻ ഷൈൻ ടോം ചാക്കോയാണ്. സൂത്രവാക്യം എന്ന സിനിമയുടെ സെറ്റിൽ വെച്ചാണ് മോശമായ പെരുമാറ്റം ഉണ്ടായത്. എന്തായാലും ഫിലിം ചേംബറിനും സിനിമയുടെ ICCക്കും വിൻസി പരാതി നൽകിയിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് തിങ്കളാഴ്ച ചേരുന്ന യോഗങ്ങളിലാണ് തീരുമാനം ഉണ്ടാവുക എന്ന് ശ്രീജിത്ത് റിപ്പോർട്ട് ചെയ്യുന്നു.